വിഗ്രഹാരാധനയുടെ ഒരു അനന്തരഫലമാണ് സെക്ഷൽ പെർവേർഷൻസ്, ലൈംഗിക വൈകൃതങ്ങൾ. അധികമാരും പറയാൻ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വേദികളിലൊന്നും പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, പക്ഷേ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. സെക്ഷൽ സിൻസ്, ലൈംഗിക പാപങ്ങൾ. സെക്സിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സെക്സ് പാപമെന്നല്ല പറയുന്നത്, ലൈംഗികത പാപമല്ല, ലൈംഗിക പാപങ്ങൾ. ചില മാസങ്ങൾക്ക് മുൻപ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, വാട്സപ്പിൽ എനിക്ക് ഒരു വീഡിയോ ലഭിച്ചു. ഞാൻ കണ്ടതാ. ആ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ എനിക്ക് ഒന്ന് തോന്നി, ആരാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ മൊത്തം വെഡ്ഡിങ്ങിൻ്റേത് അതിൻ്റെ മെയിൻ ക്ലിപ്സ് മാത്രം എടുത്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ സർക്കുലേറ്റ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു വീഡിയോ. ഇത് ഒരു വിദേശ രാജ്യത്ത് വെച്ചാണ് വിവാഹം നടന്നിരിക്കുന്നത്. ലക്ഷൂറിയസ് വെഡിങ്. അതുപോലെയാണ് എൻ്റെ റിസപ്ഷനും സെറിമണിയും എല്ലാം. മാത്രമല്ല വിശിഷ്ട അതിഥികളാണ്, VIPs ഒക്കെ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുന്നിലോട്ട് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കപ്പിൾ ആരാണെന്നറിയാം. എല്ലാവരും നോക്കുന്നത് ചെറുക്കനും പെണ്ണും ആരാണ്, അതല്ല ആദ്യം ചോദിക്കുന്നത്. നോക്കിയപ്പോഴാണ് കാണുന്നത് രണ്ടും ചെറുക്കന്മാർ. കാര്യം പിടി കിട്ടിയോ? മനസ്സിലായി. ചെറുക്കനും പെണ്ണും അല്ല, ചെറുക്കനുമാണ് കല്യാണം കഴിച്ചത്. മനസ്സിലായോ? ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു, ആഡം ആൻഡ് ഈവ്. പണ്ടാരോ പറഞ്ഞു ആഡം ആൻഡ് ഈവിനെയാണ് സൃഷ്ടിച്ചത്, ആഡം ആൻഡ് സ്റ്റീവ് അല്ല. ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടി. എന്ന് വെച്ചാൽ പരസ്യമായ വീഡിയോഗ്രാഫിയും എല്ലാം. ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം എങ്ങനെ നടക്കുന്നുവോ അതിനേക്കാൾ ആർഭാടമായി നടന്നിരിക്കുന്നൊരു കല്യാണമാണ്. വിദേശ രാജ്യത്താണ്, മലയാളികളാണ്. പക്ഷേ രണ്ട് ചെറുക്കന്മാർ ഒഫീഷ്യലി കല്യാണം കഴിച്ചു, രജിസ്റ്ററിൽ ഒപ്പുവെച്ചു, മാരേജ് രജിസ്റ്റർ ചെയ്തു. അതിൽ അവരുടെ പാരൻസ്, ബന്ധുക്കൾ, കസിൻസ്, കൊലീഗ്സ്, സൊസൈറ്റിയിലുള്ള ഉന്നതന്മാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അത്രത്തോളം ഗംഭീരമായിട്ട് മാന്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഒന്ന് വായിച്ചു നോക്കി, ഹീബ്രൂസ് ചാപ്റ്റർ 13 verse number 4, എബ്രായ ലേഖനം 13-14 വചനത്തിൽ നമ്മൾ കാണുന്നത് മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. 13:4 വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരിണികളെയും ദൈവം വിധിക്കും. So God designed marriage to be honorable, including sex in marriage. വിവാഹത്തിനകത്തുള്ള ലൈംഗികതയെയും ദൈവം മാന്യമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പോലും ഇൻക്ലൂഡിങ് സെക്സ് ഗോഡ് സെഡ് ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ ആകെ പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അതുകൊണ്ടാണ് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. Whatever God declares honorable, Satan wants to pervert it and to make it dishonorable. ദൈവം ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനെ ചീത്തയാക്കുകയാണ് സാത്താൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ദ ഡെവിൾ കംസ് ടു ഡെസ്ട്രോയ്, സ്റ്റീൽ, കിൽ, നശിപ്പിക്കുക അതിനെ. അപ്പോൾ ഏറ്റവും മനോഹരമായതും നല്ലതുമായി ഡിസൈൻ ചെയ്ത് ദൈവം ഉണ്ടാക്കിയ വിവാഹത്തെ ഇന്ന് സാത്താൻ സകല രീതിയിലും ഡിസ്റ്റോർട്ട് ചെയ്ത് അതിനെ നശിപ്പിക്കുവാൻ, അതിൻ്റെ പാവനത, അതിൻ്റെ പവിത്രത, അതിൻ്റെ അവിടെ നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കിടക്കും അല്ലേ, അതിനെല്ലാം നശിപ്പിക്കുക. അതാണ് പിശാചിൻ്റെ. സോ ഗോഡ് ഹേറ്റ്സ് സെക്ഷൽ അബോമിനേഷൻസ്, സെക്ഷൽ പെർവേർഷൻസ്. ദൈവം വെറുക്കുന്നു. ഇനി നമുക്കറിയാം സോഡം ആൻഡ് ഗൊമോറ എന്നും ഹിസ്റ്ററിയിൽ അതിങ്ങനെ ഒരു വിരൽ ചൂണ്ടിയായി നിൽക്കുകയാണ്, വാർണിംഗായി നിൽക്കുകയാണ്. കാരണം എന്താണ്? ആ കാലത്ത് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ലൂക്ക് ചാപ്റ്റർ 17, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ, ഇറ്റ് വാസ് ദ സെയിം ഇൻ ദ ഡേയ്സ് ഓഫ് ലോട്ട്. പീപ്പിൾ വർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, buying and selling, planting and building. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. ഇപ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ വരവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലം അടുക്കുമ്പോൾ ലോത്തിൻ്റെ കാലം പോലെ ആയിത്തീരും. അത് കർത്താവ് എൻ്റെ വരവ് അടുത്തു എന്നതിൻ്റെ ഒരു അടയാളമാണ്. ലോത്തിൻ്റെ കാലം അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ ആ ലോത്തിൻ്റെ പീരീഡിൻ്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സോദം, ഗൊമോറ എന്നിങ്ങനെയുള്ള 2 പട്ടണങ്ങളിൽ അവിടെ മനുഷ്യൻ സെക്ഷുവാലിറ്റിയെ പെർവേർട്ട് ചെയ്ത് ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികത അവിടെ ആരംഭിച്ചു. അതിൻ്റെ വഷളത്വത്തിലേക്ക് പോയി. ദൈവം പറഞ്ഞു, ഞാൻ ഈ 2 പട്ടണങ്ങളെയും നശിപ്പിക്കും. ഒരൊറ്റ പാപനിമിത്തം 2 പട്ടണങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിൻ്റെ ക്യാരക്ടർ ഒരിക്കലും മാറുന്നില്ല, ദൈവത്തിൻ്റെ നേച്ചർ മാറുന്നില്ല, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് മാറുന്നില്ല. ഇതൊന്നിനും ഒരിക്കലും വ്യത്യാസം. ഗോഡ് ഈസ് അൺചേഞ്ചിങ്, ഈസ് ഇമ്മ്യൂട്ടബിൾ, ഹിസ് ലോസ് ആർ ഇറ്റേണൽ.
എന്നാൽ ആകെ വന്നത് യേശു കർത്താവ് വന്ന പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് ഈ കാലഘട്ടം കൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ആർക്ക് വേണമെങ്കിലും രക്ഷ പ്രാപിക്കാം. എന്നാൽ അന്ത്യകാലത്തേക്ക് ദൈവം ഈ പാപങ്ങൾക്കെതിരെയുള്ള കോപത്തെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് നാൾ മുമ്പ് തുടങ്ങി കേൾക്കാൻ തുടങ്ങിയ ഒരു എക്രോണിം ഓർമ്മയുണ്ടായിരിക്കും, LGBT. ഓർമ്മയുണ്ടോ? LGBT പെട്ടെന്ന് അതങ്ങ് എല്ലായിടത്തും പടർന്നു പിടിച്ചു. LGBT ആണ് ആദ്യം ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം LGBTQ വന്നു. അതിനുശേഷം LGBTQIA+ വന്നു. എന്താണ് LGBT? ഒരുപക്ഷെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. L stands for lesbian. Lesbian means a girl who loves a girl. ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുമായി ജീവിതം പങ്കിടുന്നു. അതാണ് ലെസ്ബിയനിസം, രണ്ട് സ്ത്രീകൾ തമ്മിൽ. നെക്സ്റ്റ് ഈസ് ഗേ, G, ഗേ. ഗേ മീൻസ് വാട്ട്? എ ബോയ് loves a boy, another boy. അപ്പോൾ രണ്ട് ആൺപിള്ളേർ തമ്മിൽ, രണ്ട് യുവാക്കന്മാർ, രണ്ട് പുരുഷന്മാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. അതാണ് ഗേ, ഹോമോസെക്ഷുവാലിറ്റി. നെക്സ്റ്റ് ഈസ് LGB. B is bisexual. A girl or boy who has an attraction for both the genders. ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ആണുങ്ങളോടും കാണും പെണ്ണുങ്ങളോടും കാണും അട്രാക്ഷൻ. അങ്ങനെയുള്ളതാണ് ബൈസെക്ഷൽസ്. അടുത്തത് T, LGBT. T is transgender, who transformed their gender. ആണ് പെണ്ണാവുന്നു, പെണ്ണ് ആണാകുന്നു. ശ്രദ്ധിക്കുന്നുണ്ട്? ശസ്ത്രക്രിയകളിലൂടെ, ഹോർമോണൽ ഇഞ്ചക്ഷനുകൾ, ഒരു പ്രോസസ്സാണ്. അതിലൂടെ കൂടുമാറ്റം നടത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ് ഈസ് ട്രാൻസ്ജെൻഡർ. ദെൻ അടുത്തത് Q പറഞ്ഞല്ലോ. Q is questioning, meaning who have doubt on their sexual orientation. അവർക്ക് തന്നെ അറിയില്ല ആണാണോ പെണ്ണാണോ. ഇങ്ങനെ സമൂഹത്തിലെ മനുഷ്യരെ ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് ഇവരെല്ലാവരും ദൈവസൃഷ്ടിയാണ്, ഇവരെല്ലാവർക്കും അവരുടേതായ രീതിയിൽ സെക്ഷൽ ഓറിയൻറ്റേഷനും എക്സ്പ്രഷനുമുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങൾ നിർമ്മാണം നടത്തി ഇതിനെ ലീഗലൈസ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഈവൻ ഇന്ത്യയിൽ പോലും. അപ്പോൾ എന്നാൽ ദൈവം ബൈബിളിൽ ഇതിനെ എങ്ങനെ കാണുന്നു? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ ദൈവം പറഞ്ഞാൽ യോജിക്കലും വിയോജിക്കലും ഒന്നുമില്ല. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്. വായിക്ക് റോമൻസ് ചാപ്റ്റർ 1. റോമലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. റോമൻസ് ചാപ്റ്റർ 1, 1-ാം അധ്യായത്തിൽ 20 മുതൽ ഒന്ന് വായിച്ചു തുടങ്ങാം. അവന്റെ നിത്യശക്തിയും, ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി, എല്ലാവരും ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി, അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിന്റെ അദൃശ്യമായ ലക്ഷണങ്ങൾ, ദൈവത്തിന്റെ ഇൻവിസിബിൾ ക്വാളിറ്റീസ്, ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം, ദൈവത്തിന്റെ ശക്തിയും പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ? സൃഷ്ടിയിലൂടെ, പ്രപഞ്ചത്തിൽ. ഓക്കെ, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. എന്തിനാണിതെന്ന് ചോദിച്ചാൽ, ഒരാളും ഞാൻ ദൈവത്തെ അറിഞ്ഞില്ല, കണ്ടില്ല എന്ന് പറയരുത്. ദൈവം നിർമ്മിച്ച ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ മതി ദൈവത്തിന്റെ അദൃശ്യമായ ശക്തി മനസ്സിലാക്കാൻ, അളക്കാൻ. ഓക്കെ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. എന്നാൽ ഈ ദൈവത്തെ ഇതുപോലെ മനസ്സിലാക്കിയിട്ടും ദൈവത്തെ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ അവർ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി പോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഐഡോലാട്രിയിൽ കണ്ടത്. വിഗ്രഹാരാധന എന്നുള്ള ടോപ്പിക് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ? ആ സമയത്ത് നമ്മൾ ഈ കാര്യം കണ്ടിരുന്നു. മനുഷ്യൻ ചെയ്ത, അതായത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞത് സൃഷ്ടാവിനെ സൃഷ്ടിക്കരുത്. പറഞ്ഞേ, സൃഷ്ടാവിനെ സൃഷ്ടിക്കരുത്. നിങ്ങൾ പറഞ്ഞേ, സൃഷ്ടാവിനെ സൃഷ്ടിക്കരുത്. എൻ്റെ അപ്പനെ അമ്മയെ എനിക്ക് ജനിപ്പിക്കാൻ പറ്റുമോ? എന്നെ നിർമ്മിച്ച ദൈവത്തെ എനിക്ക് നിർമ്മിക്കാൻ കഴിയുമോ? ഇവിടെ ചെയ്തത് മനുഷ്യൻ അക്ഷയനായ ദൈവത്തെ എന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ, പക്ഷി, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പൊ ദൈവത്തെ മനുഷ്യൻ ഡീഗ്രേഡ് ചെയ്ത് ഒരു സൃഷ്ടിയാക്കി കളഞ്ഞു. മനുഷ്യനെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ടൊരു നാൽക്കാലിയെ, ഒരു ഇഴജാതിയെ, ഒരു പറവയെ ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? അതാണ് മനുഷ്യൻ ചെയ്തത്. ഈ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയ വലിയ ദൈവത്തെ മനുഷ്യൻ അങ്ങ് ചെറുതാക്കി കൊണ്ടുവന്ന് സൃഷ്ടികളെ പോലെയാക്കി അവിടെ ഇവിടെയൊക്കെ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇത് എങ്ങനെ വന്നു? മൗഢ്യത്തിൽ നിന്ന് വന്നു, മൂഢമായ ചിന്തകളിൽ നിന്ന് വന്നു. ഇനി അതുകൊണ്ട് അവിടെയാണ് ഷിഫ്റ്റ് വരുന്നത്. Therefore, ഇങ്ങനെ ചെയ്തത് കൊണ്ട്
എങ്ങനെ ചെയ്തതുകൊണ്ട്? ദൈവത്തെ ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട്. മഹാദൈവത്തെ, പ്രപഞ്ചമുണ്ടാക്കിയ സകലമുണ്ടാക്കിയ ദൈവത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളാക്കി ഇമാജിൻ ചെയ്ത് മാറ്റിയത് കൊണ്ട്. ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഓ മൈ ഗോഡ്. ഇതിൻ്റെ ആ സീക്വൻസ് മനസ്സിലായോ? സീക്വൻസ് മനസ്സിലാക്കണം, കോൺസിക്വൻസ് മനസ്സിലാക്കണം. എന്താണ് സീക്വൻസ്? ദൈവത്തെ ശരിയായ രീതിയിൽ അറിഞ്ഞ് ദൈവത്തെ ബഹുമാനിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ ചിന്തകളിൽ അവർ മൗഢ്യത വന്ന്, അജ്ഞത വന്ന്, ഇരുള് വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം അവരെ സെക്ഷൽ ഇംപ്യൂരിറ്റിയിലേക്ക്, ഡീഗ്രേഡിങ്, ദൈവത്തെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവർ അവരവരുടെ ബോഡിയെ, ശരീരത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണെന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കണേ. വിഗ്രഹാരാധനയുടെ ഒരു അനന്തരഫലമാണ് സെക്ഷൽ പെർവേർഷൻസ്, ലൈംഗിക വൈകൃതങ്ങൾ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തെ ശരിയായ രീതിയിൽ കണ്ട് ആരാധിക്കാതെ, നന്ദി കാണിക്കാതിരുന്നാൽ മനുഷ്യവർഗം താഴേക്ക് മുതലക്കൂപ്പ് കുത്തി അധപ്പതിച്ച് ലൈംഗിക വൈകൃതങ്ങളിൽ ജീവിക്കാൻ തുടങ്ങും. നേരെ ചൊവ്വേ ശരീരത്തെ ഉപയോഗിക്കാൻ അവന് കഴിയാതെ വരും. അതാണ് പൗലോസ് വ്യക്തമായി ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്ത വായിച്ചോ. അതുകൊണ്ട് ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അവിടെ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ലെസ്ബിയനിസവും വന്നിട്ടുണ്ട്, ഗേ ഹോമോസെക്ഷുവാലിറ്റി രണ്ടും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും, വേഴ്സ് 29, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല. ഇനി അങ്ങോട്ട് വായിക്കാതിരിക്കുവാന്നല്ല, അതിഭീകരമാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ലിസ്റ്റ്. അതിഭീകരമാണ്. അതായത് മനുഷ്യൻ്റെ അധപ്പതനം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്നിപ്പോൾ മെഡിക്കലി ഇതിനെ കാണുന്നവർ, LGBTQ ഒക്കെ മെഡിക്കലി പറയുമ്പോഴേക്കും അവരുടെ ശരീരത്തിൻ്റെ ഓറിയൻറ്റേഷൻ അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ അവർ എക്സ്പ്രഷന് വേണ്ടി വിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ റൂട്ട് കോസാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസാണ് ബൈബിൾ പറയുന്നത്. ഇതെവിടെ നിന്ന് ആരംഭിച്ചു? ഇന്നത്തെ ആ സിറ്റുവേഷൻ എന്തായിക്കോട്ടെ, ഇതെവിടെ നിന്ന് ആരംഭിച്ചു? ദൈവം സൃഷ്ടിച്ചത്, ബൈബിൾ പറയുന്നു, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. That is the combination, that is God's design. എന്നാൽ ഇന്ന് അല്ലാത്ത പല കോമ്പിനേഷൻസ് കണ്ടാൽ ഓർക്കണം, that is not God's design, that is perversion, and not only that, that is degeneration, debasing their own bodies, human bodies, എന്ന് മാത്രമല്ല, that is punishment and a curse from the Creator. തോക്ക് ആരും എനിക്കെതിരെ എടുക്കരുത്, തോക്ക് മടക്കി മാറ്റി വെച്ച് കാഞ്ചി വലിക്കണ്ട. ഇത് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്, ഞാനല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനങ്ങൾ എടുത്ത് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാഗസിനുകളിലോ പത്രമാധ്യമങ്ങളിലോ പല സ്ഥലങ്ങളിലും പല വ്യൂസ് നിങ്ങൾ വായിക്കുമായിരിക്കും. ഇതൊക്കെ നിയമമായിരിക്കാം. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ നിയമത്തിനപ്പുറത്ത് ഒരു മാനുഷിക നിയമവും നിലനിൽക്കില്ല. നിങ്ങൾ ആമേൻ പറയുമെങ്കിൽ എല്ലാം ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സൊക്കെ ഫില്ല് ചെയ്ത് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. വണ്ടർഫുൾ. ഇനി വളരെ പെട്ടെന്ന് ചില ഈ സെക്ഷൽ പെർവേർഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് കൂടെ ഒന്ന് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സെക്ഷൽ പെർവേർഷൻ എന്ന് പറയുമ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഞാൻ അല്പം കൂടെ ഇത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ നിന്നും ജനം വിടുതൽ പ്രാപിച്ചാൽ പലരും പുറത്തു പറയാൻ കഴിയാതെ രഹസ്യമായി ഷെയിം, ലജ്ജയിലും വേദനയിലും അശുദ്ധിയിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒത്തിരി പേർക്ക് ഭയങ്കരമായൊരു വിടുതൽ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ എനിക്ക് ഓഡിയോ മെസ്സേജ് അയച്ചാൽ, പ്രാർത്ഥന വിഷയം അയച്ചാലും നിങ്ങളുടെ സെക്ഷുവാലിറ്റിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പലതും തുറന്ന് പറയില്ല, കൗൺസിലിങ്ങുകളിൽ പറയില്ല. ആരോട് പറയും? ഒരു ഡോക്ടറോട് പറയാൻ കഴിയുമോ? ഒരു കൗൺസിലറോട് പറയാം? അവരെന്നെ തെറ്റിദ്ധരിക്കുമോ? ഇത് പുറത്തറിഞ്ഞാൽ, ഭർത്താവ് അറിഞ്ഞാൽ, ഭാര്യ അറിഞ്ഞാൽ, സമൂഹം അറിഞ്ഞാൽ പിന്നെ അവരെന്നെ എങ്ങനെ കാണും എന്നൊക്കെ വെച്ചുകൊണ്ട് പലരും ഇത് തുറന്ന് പറയില്ല. തുറന്ന് പറഞ്ഞാലും ഇല്ലേലും നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ദൈവം ഒരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, ദിവസം പ്രാർത്ഥിക്കുക. ഒത്തിരി പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് വിടുവിക്കാൻ പോവുക. ഒരു ലിസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, പ്രീമാരിറ്റൽ സെക്സ് ഒരു പാപമായിട്ട് ദൈവവചനം പറയുന്നു. വിവാഹപൂർവ്വ ലൈംഗികത. വിവാഹത്തിന് മുൻപ് തന്നെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് പാപമാണെന്ന് ദൈവത്തിൻ്റെ നിയമം പറയുന്നു. ഗവൺമെൻറ് അല്ല പറയുന്നത്, ഞാനല്ല പറയുന്നത്, സഭയല്ല പറയുന്നത്.
സമൂഹമല്ല പറയുന്നത്, ഉണ്ടാക്കിയ ആൾ. ഇപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം നമ്മളൊരു TV മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടായിരുന്നു, മാനുവൽ, മാനുഫാക്ചറേഴ്സ് മാനുവൽ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, മിക്കവാറും എല്ലാ ഉപകരണങ്ങളും, എന്ത് സാധനം മേടിച്ചാലും, ഒരു യന്ത്രം മേടിച്ചാലും അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും, ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടായിരിക്കും. മാനുഫാക്ചേഴ്സ് മാനുവൽ എന്നാണ് അതിനെ പറയുന്നത്. നിർമ്മാതാവിൻ്റെ ഒരു ഹാൻഡ് ബുക്കാണത്. അതിൽ കുറേ കാര്യങ്ങൾ, ഈ പ്രോഡക്റ്റ് എന്തിനുള്ളതാണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും, അതിനെ അബ്യൂസ് ചെയ്താൽ, ശരിയായ രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ അതിന് വരാനിരിക്കുന്ന പരിണിത ഫലങ്ങളും, അതോടുകൂടി ഇതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും കട്ടാകുമെന്നും, ഇനി കമ്പനി അതിന് ഉത്തരവാദികളല്ലെന്ന് വരെ അതിൽ എഴുതിയിട്ടുണ്ട്. മിക്കവാറും എന്ത് വാങ്ങിച്ചാലും, ഒരു വാച്ച് മേടിച്ചാലും, എന്ത് മേടിച്ചാലും അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബുക്ക് കിട്ടും. എന്തിനാണ് ഈ ഹാൻഡ് ബുക്ക് അതിൻ്റെ കൂടെ വെക്കുന്നത്? ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ ഞാനല്ല കാശ് കൊടുത്ത് മേടിക്കും. പക്ഷേ കമ്പനി കൃത്യമായി പറയും, ഇതുണ്ടാക്കിയതിൻ്റെ പേർപ്പസ് ഇതാണ്, ഇങ്ങനെ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ, ഇന്ന തണുപ്പിൽ വെക്കരുത്, ഇന്ന രീതിയിൽ വെക്കരുത്, ഇത് ചിലപ്പോൾ കുട്ടികളത് ഹാൻഡിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഇത്ര ഏജിന് മുകളിലുള്ളവരെ ഇത് കൈകാര്യം ചെയ്യാവൂന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്തുകൊണ്ട് എഴുതുന്നു? കാരണം ഓൺലി ദ മാനുഫാക്ചറർ നോസ് ദ പ്രോഡക്റ്റ് വെൽ, ആൻഡ് ഓൺലി ദ മാനുഫാക്ചറർ നോസ് ദ പ്രോപ്പർ യൂസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇതുകൊണ്ടാണ് വ്യക്തമായി ഓരോന്നിൽ എഴുതിയിരിക്കുന്നത്. മക്കളെ, ദ ബൈബിൾ ഈസ് ദ മാനുഫാക്ചറേഴ്സ് മാനുവൽ ഫോർ us. വേറെ ഒരു നിയമവുമല്ല, ഇവിടുത്തെ പീനൽ കോഡുകളോ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ല, ഇവിടുത്തെ എത്തിക്സ് അല്ല, ഇവിടുത്തെ കോഡ്സ് അല്ല, കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ല. ദൈവം തന്നിരിക്കുന്ന മാനുവൽ ആണ് ദൈവത്തിൻ്റെ വചനം. അതിൽ നിന്നാണ് ഞാൻ എടുത്ത് വായിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഭരണഘടനയിൽ നിന്നോ ഏതെങ്കിലും ഇതിൽ നിന്ന് എടുത്തിട്ടല്ല ഞാൻ വായിക്കുന്നത്. അതിനനുസരിച്ച് അതൊരു വലിയൊരു ലിസ്റ്റാണ്, അതിലേക്ക് ഇന്ന് കയറാൻ സാധ്യമല്ല. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, എത്രയോ പേരുടെയാണ് ഈ ഭയം നമ്മൾ ഹാൻഡിൽ ചെയ്ത സമയത്ത് എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടിയത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഓരോന്നിലും വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാം. ഏതെങ്കിലുമൊക്കെ പാപങ്ങളിൽ, സെക്ഷൽ സിൻസിൽ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിക്കും.